ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു പേപ്പർ വെച്ചിട്ടുള്ള ഒറ്റ പേപ്പർ വെച്ചിട്ടുള്ളൊരു ബോക്സാണ്. അപ്പോൾ എന്നോട് ചെയ്തു പോയി ആദ്യത്തെ ഒരു വീഡിയോയിൽ ഇത് കാണിച്ചിരുന്നു, പക്ഷേ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റിയത് വേറെ പേപ്പറുമില്ല. തൊണ്ടിയിൽ തന്നെ ഞാൻ കാണിച്ചു തരാം. അപ്പം ഇങ്ങനെ ഒരു സൈഡ് മടക്കുക, സ്കെയിൽ വെച്ച് മടക്കുന്നത് അല്ലാണ്ട് മടക്കുന്നത് നിങ്ങളുടെ ഇഷ്ടം കേട്ടോ. ഇത് ഇങ്ങനെ മടക്കുക, ഇത് ഇപ്പുറത്തെ സൈഡും മടക്കുക ഇതുപോലെ. അതേപോലെ ഇപ്പുറത്തെ സൈഡും മടക്കുക. എന്നിട്ട് ഈ മടക്കിയ ഭാഗം അപ്പുറത്തെ മടക്കിയ സ്ഥലം വരെ മടക്കുക. അതേപോലെ ഇപ്പുറം മടക്കിയത് അപ്പുറത്തോട്ട് മടക്കുക ഇതുപോലെ. ക്യാമറ കാണിച്ചു തരാം. ഇതുപോലെ ഈ ഇപ്പുറത്തുള്ള ഭാഗം ഈ മടക്കിയ സ്ഥലം വരെ മാത്രം മടക്കിയാൽ മതി, തപ്പാട് മടക്കരുതേ. എന്നിട്ട് കത്രിക എടുക്കുക, ഈ ഭാഗം ഇവിടെ കട്ട് ചെയ്യുക, എവിടെയും കട്ട് ചെയ്യുക, ഇവിടെയും കട്ട് ചെയ്യുക, ഇവിടെയും കട്ട് ചെയ്യുക, ഇവിടെയും കട്ട് ചെയ്യുക, പിന്നെ ഇത് ഇവിടെയും കട്ട് ചെയ്യുക, ഇവിടെയും കട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ഒന്നുകൂടി കാണിച്ചിട്ട് കട്ട് ചെയ്ത ഭാഗങ്ങൾ ഇങ്ങനെ ഇങ്ങനെ ഇപ്പറും പിന്നെ ഇങ്ങനെ. അപ്പോൾ നിങ്ങൾക്ക് തിരിയുന്നുണ്ടാവും എന്ന് കരുതുന്നു. അപ്പം പിന്നീട് നമുക്ക് വേണ്ടത് പശയാണ്. അപ്പം ഞാൻ പശ എടുത്തു. എൻ്റെ ബാക്കിലാട്ടോ ഞാൻ ഒട്ടിക്കുന്നത്, അതായത് ബാക്കിലാണ് കറക്റ്റായിട്ട് ഒട്ടി നിൽക്കുക. പിന്നെ ഇപ്പുറത്തേലും ഞാൻ ഒട്ടിക്കുന്നുണ്ട്. ഇപ്പറും പശുണ്ട് ഞാൻ തുറക്കട്ടെ. അപ്പം ഇങ്ങനെയാണ് കേട്ടോ ഒട്ടിക്കേണ്ടത്, കണ്ടോ? ഇപ്പം തന്നെ ഒരു ബോക്സിൻ്റെ ഘടന എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ മനസ്സിലാവാത്തവർക്ക് വേണ്ടി ഞാൻ ബാക്കിയും കൂടി പറഞ്ഞു തരാം. ഞാൻ മറക്കുന്ന കേട്ടോ, നിങ്ങൾക്ക് മറക്കണം നിർബന്ധമില്ല. എൻ്റെ പേപ്പർ ഇവിടെ ഒരു ജസ്റ്റ് ഒന്ന് ബാക്കി വന്നായിരുന്നു, അതാണ് കാണാൻ രസമില്ല. അപ്പോൾ ഇങ്ങനെ മടക്കിയാൽ എനിക്കിപ്പോൾ സേഫാണ്. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യാം, ഇത് രണ്ടും ഒന്ന് ബാക്കോട്ടൊന്ന് മടക്കുക. അതേപോലെ ഇത് മുന്നോട്ടുണ്ടാവും. അപ്പോൾ ഇതെന്ത് ചെയ്യുക, ബാക്കോട്ടൊന്ന് മടക്കുക. അതേപോലെ ഇപ്പറുള്ളതും ബാക്കോട്ടൊന്ന് മടക്കുക. എന്നിട്ട് ഫ്രണ്ടിലോട്ടൊന്ന് ഇട്ടിട്ട് എന്ത് ചെയ്യാം, ഇതൊന്ന് കൂട്ടി നോക്കിയാൽ മതി. ഇതുപോലെ. അപ്പം നിങ്ങളൊരു പെട്ടി പേപ്പർ കൊണ്ട്, ഒറ്റ പേപ്പർ കൊണ്ട് ഉണ്ടാക്കിയ ഒരു അടിപൊളി പെട്ടി. പക്ഷേ എന്താണെന്ന് വെച്ചാൽ ചാർട്ട് പേപ്പർ കൊണ്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. കാരണം എന്ന് വെച്ചാൽ അതിന് കുറച്ച് കട്ടി ഉണ്ടാവും. ഡാഫോർ പേപ്പറിലാണ് ഞാൻ ഇപ്പം ചെയ്തത്, അപ്പം കട്ടി ഉണ്ടാകത്തില്ല, കണ്ടോ? അപ്പം നിങ്ങൾ ചാർട്ട് പേപ്പറിൽ ചെയ്തിട്ട് വരയ്ക്കാന്ന് വെച്ചാൽ കൊടുത്തോളുക. സമ്മാനമൊക്കെ കൊടുക്കാൻ ബെസ്റ്റ് ആട്ടോ. എന്നിട്ട് റിബണൊക്കെ കിട്ടിയ സെറ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്കും ഒരു സബ്സ്ക്രൈബും തരണേ. എല്ലാവർക്കും ബൈ.